പാണക്കാട് ബസ്തിയിൽ നേതാക്കൾ വളരെ പോസിറ്റീവാണെന്ന പ്രതികരണത്തിലേക്ക് വരുന്നു. എന്താണ് അവിടെ കാണാനാകുന്നത് മുബഷീർ? നേതാക്കൾ വളരെ പോസിറ്റീവാണ് സ്മൃതി. അരുൺകുമാർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ഖാർഗെ വിളിച്ച് സംസാരിച്ച കാര്യം ഇവർ സ്ഥിരീകരിക്കുന്നുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളോടും PK കുഞ്ഞാലിക്കുട്ടിയോടുമാണ് തീരുമാനം അറിയിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ ദൈർഘ്യം മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. തീരുമാനം അറിയിച്ചിട്ടുണ്ട്. തീരുമാനം എന്താണെന്നുള്ളത് അവർ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം ലീഗിന്റെ നിലപാട് പറയാമെന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തത വന്നുകൊണ്ടേയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ടീം നിരാശയിലാണ് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ ഖാർഗെ വിളിച്ചു. അതെ, ചെന്നിത്തലയുടെ വീട്ടിലേക്ക് കോൾ വന്നു, രാഹുലിന്റെ കോൾ വന്നു, പിന്നീട് ഖാർഗെയുടെ കോൾ വന്നു. അപ്പോൾ ആ ടീമിന് മെസ്സേജ് പോയി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. സ്മൃതി, രണ്ട് കോളാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വന്നിരിക്കുന്നത്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ, മറ്റൊന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും കോള്. ഈ രണ്ട് കോളും രമേശ് ചെന്നിത്തലയ്ക്ക് വന്നിരിക്കുന്നു. ആ കോളിൽ ഉള്ള ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും ഒപ്പം മല്ലികാർജുൻ ഖാർഗെയും അറിയിച്ചിട്ടുണ്ട്. എന്താണ് അറിയിച്ചത് എന്ന വിവരം ലഭ്യമല്ല. മറ്റ് തുടർ ചർച്ചകളോ ഫോർമുല സംബന്ധിച്ച കമ്മ്യൂണിക്കേഷനോ അല്ല നടന്നത് എന്ന് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. വീതം വെപ്പില്ല, ഒരു തരത്തിലുള്ള ഫോർമുലയുമില്ല. കേരളം ആഗ്രഹിച്ച തീരുമാനത്തിലേക്ക്, ജനവികാര തീരുമാനത്തിലേക്ക് എത്തുന്നു. VD സതീശൻ മുഖ്യമന്ത്രി. റോഷിബാൽ തീരുമാനം ഇപ്പോൾ നേതാക്കളെ ഓരോരുത്തരെ അറിയിച്ചു എന്നൊരു സൂചന. പുറത്തേക്ക് വരുന്നു. ഡൽഹി KC വേണുഗോപാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ആദിൽ പാലോട് അവിടെയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളക്കരെ റിപ്പോർട്ടർ അറിയിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ VD സതീശനെ കേരള മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നു എന്നുള്ള വിവരമാണ്. നേതാക്കളെയൊക്കെ ഈ വിവരം അറിയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ KC വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമെന്നറിയില്ല. ഇതാ കേരളത്തിൽ നിർത്തിയിരിക്കുന്നു വാഹനം. KC വേണുഗോപാൽ മാധ്യമങ്ങളോട് ഒരു വാക്ക്. സന്തോഷം.